ഞാൻ കഴിഞ്ഞ വീഡിയോ ഇടുക്കി വെച്ചെടുത്ത വീഡിയോക്കകത്ത് ഒരു മാനേജർ നമ്മളെ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് വിളിച്ച് കയറ്റിയായിരുന്നു. മാനേജർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, ഹോസ്പിറ്റബിൾ ആയിരുന്നു, നമ്മളെ വിളിച്ച് കയറ്റി. റെസ്റ്റോറന്റിന്റെ ഫുഡ് എനിക്ക് അത്രയ്ക്ക് പിടിച്ചില്ല. കുറച്ച് കാര്യങ്ങൾ ഞാൻ അതൊക്കെ പറഞ്ഞു. അത് പറഞ്ഞ വകയായിട്ട് എനിക്ക് തോന്നുന്നു മാനേജറിന്റെ ജോലി പോയെന്ന് തോന്നുന്നു. എന്തോന്നാടി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഫ്ലാഷ് ബാക്ക്. എന്തൊക്കെ പറഞ്ഞായിരുന്നു ആൾക്കാര് കസ്കർ കഫേനെ കുറിച്ച്. മാനേജർ തന്നെ വന്ന് പറയുന്നത് അടിപൊളിയാണെന്ന്. എന്റെ അച്ചായ ഇവളുടെ ബീഫ്. ഇപ്പൊ ഇവിടെ വലിയ ഫേമസ് ആണ്, തിരക്കുണ്ട്, നമുക്കൊന്ന് കയറി കഴിച്ചിട്ട് പോവാം. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഇവിടെ മാനേജർ പറയുന്നത് ഇവിടുത്തെ കുഴപ്പമെന്ന് പറയുന്നത് ഡിലേ ഉണ്ടെന്ന് മാത്രം. പോവാ കഴിച്ചു നോക്കാം. ഓവൻകുട്ടാ വേണ്ട, ഇവിടുത്തെ സാഹചര്യം നിനക്ക് അറിയാൻ വയ്യാത്തോട്ടാ. എന്നെ ക്യാൻവാസ് ചെയ്ത് ഇവിടെ എത്തിച്ചു ബോയ്സ്. എന്ത് ചെയ്യാനാ ബോയ്സ്, എന്തായാലും നമ്മളൊരു ബാംബു ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. പ്രോൺസ് പോകുമ്പോ ആ കണിയാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. പ്രോൺസ് അല്ലേ ഇത്? അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. ബോയ്സ് എന്തായാലും ഇത്ര ക്യാൻവാസ് ചെയ്ത സ്ഥിതിക്ക് ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കഴിച്ചിട്ട് പറയാം. പ്രോൺസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. കറികൾക്ക് എന്തെങ്കിലും രുചിക്കുറയുണ്ടെങ്കിൽ പറയണം. എന്നാ പിന്നെ അതിനെ നേരം കാണൂ, ഉണ്ണാൻ നേരം ഉണ്ടാവില്ല. ഓക്കെ, വലിയ ഫ്ലേവർ പിടിച്ചിട്ടില്ല പ്രോൺസിന്. ഒരെണ്ണം കഴിക്കട്ടെ. എന്തിന് പതുക്കേക്കണം? 4 പേര് അറിയട്ടോ. രാമേന്ദ്ര കുഞ്ഞിക്കുട്ട നീ മിണ്ടി പോരുത്. കഴിച്ചറായിരുന്നു. കൈ കാണിക്ക് എങ്ങനെ ഉണ്ടെന്ന്. ആൾക്കാരൊന്നും ഇല്ല. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ഒരു ഫ്ലേവറും പിടിച്ചില്ല. ജസ്റ്റ് ഇപ്പം ചട്ടിലോട്ട് വീണിട്ട് എടുത്തോണ്ടെന്നാണ് കണ്ടത്. എന്നാലും ബിരിയാണി പറയാനുണ്ടെന്ന്. ഗ്രേവി ഒക്കെ ആയിട്ട് ടേസ്റ്റ് ചെയ്ത് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ഇപ്പൊ പറയാം. നമ്മൾ ഒരിക്കലും ഹൈ എക്സ്പെക്ടേഷൻ കൊടുക്കരുത്, ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? 650 ഓർത്തിട്ടാണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ഗുഡ് ബിരിയാണി, ബട്ട് നോട്ട് അറ്റ് ഓൾ വർത്ത് ഇറ്റ് ഫോർ 650. 650 ഇല്ല. ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തടാ? എന്റെ കാലനായിട്ടാണോ അവന്റെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നത്? ഈ ചെമ്മീൻ ഒട്ടും എന്താണ് അരപ്പ് പിടിച്ചിട്ടില്ല. ബിരിയാണി കുഴപ്പമില്ല, കുറ്റം പറയല്ലാതെ ഉണ്ണുന്നതിൽ കുറവൊന്നും കാണുന്നില്ലല്ലോ. പ്രോൺസ് ഫ്രഷ് ഒക്കെ തന്നെയാണ്, അത് കഴിക്കാൻ മനസ്സിലാവുന്നുണ്ട്. ഡയറക്റ്റ് കടലിൽ നിന്നെടുത്ത് കഴിച്ചാൽ എങ്ങനെ ഇരിക്കും? ഫ്രഷ് ഇത്ര ഫ്രഷ് ഷ്രിമ്പ് ഇതുവരെ കഴിച്ചിട്ടില്ല. സത്യം പറയുക, ഇതുവരെ കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം. ഇടിവെട്ടിയവരെ പിന്നെയും പാമ്പ് കടിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ് ബോയ്സ്, ഇറ്റ്സ് നോട്ട് ലുക്കിംഗ് ഗുഡ്. ഞാൻ തിന്ന് തീരുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും എന്തോ എവിടെയോ ഒക്കെ തകരാറ് പോലെ. സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. പിന്നെ വിശപ്പുണ്ട് കഴിക്കുക. ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ. എനിക്ക് എന്തൊക്കെ പറ്റുന്നില്ല. അകത്തുനിന്ന് എന്തൊക്കെ വേദനിച്ച് കൊളുത്തി തുടങ്ങുന്നു. പറ്റിക്കാൻ വേണ്ടി പറയണല്ലോ സാറേ, അല്ലേ സാറല്ലേ? പക്ഷെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ആരോട് ഇങ്ങനെയൊന്നും പറയുന്നതെന്ന് പറയണം സാർ. താങ്ക് യു. ബ്രോയിന്റെ വക സലാഡ്. ആൾക്കാർ സലാഡ് കാണാത്താണ് ഞാൻ സൂം ചെയ്യുന്നത്. എന്തുവാണ് ഇത്? വല്ലാണ്ടങ്ങ് ഓവറാക്കല്ലേട്ടാ. എന്റെ ക്യാമറ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കഴിച്ചോ? നല്ല ഫ്രഷ് സാധനമാണ്, എല്ലാം ഫ്രഷാ. എന്റെ തീർന്ന് ഞാൻ സെറ്റിൽ, ഞാൻ സേഫ് സോണില്ല. ഞാൻ ചാവും കേട്ടാ. നീ ഊഞ്ഞാലിരുന്നോ? ആട്ടല്ലേ നീ. ഞാൻ കാരണമാണ് ജോലി പോയെന്ന് എനിക്കൊരു കമന്റ് വന്നു. ഇപ്പൊ ഒരിക്കലും മറക്കില്ല, ഞാൻ കാരണമാണ് ജോലി പോയെന്ന്. വളരെ മോശമായി. പക്ഷെ ഞാൻ മാനേജറൊന്നും പറഞ്ഞില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് അവിടുത്തെ ഫുഡിനെ കുറിച്ച് മാത്രമാണ്. ഫുഡിനെ കുറിച്ച് സത്യം പറയാം, നിങ്ങൾ പോയി എല്ലാവരും പോയി അവിടെ പോയി കഴിച്ചിട്ട് ഞാൻ എന്തും പറഞ്ഞു വെച്ചിട്ട്. അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും കഴിക്കുന്ന സ്ഥലത്ത് കൊള്ളത്തിന് പറയും, കൊള്ളാമെന്ന് പറയും. അവന്റെ ഒരു കലാപരിപാടി. അതിപ്പോ ഇനി അങ്ങനെ തന്നെ പറയും. ജോലി പോകാൻ വേണ്ടിയൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ പോയത് എനിക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ട് പോയെന്ന്. എന്നെ വിളിച്ചു കയറ്റിയായിട്ട് ഞാൻ പറഞ്ഞ ഇതൊക്കെയാണ്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? എന്തായാലും ഞാൻ മാനേജർ ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ എന്താവുമെന്ന്. പുള്ളിക്കാരൻ ഇപ്പൊ എന്തായാലും ഒരു വിഷമം കാണും എന്റെ മേത്തോട്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാൻ അതിന് തയ്യാറല്ല. എന്തായാലും വളരെ മോശമായി പോയി അഭിലാഷേ, വളരെ മോശമായി പോയി.